ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വിഷു ഫലത്തെ പറ്റിയുള്ള ഒരു ഫലപ്രവചനമാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലമായ മേടമാസത്തിലുള്ള വിഷുപ്പുലരി എല്ലാവരും ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയാണ് വരവേൽക്കാറുള്ളത്. പ്രാചീന കാലം തൊട്ടേ ജ്യോതിഷ ഫലത്തിൽ മേട മാസത്തിലുള്ള വിഷുഫലത്തിന്റെ ഫലങ്ങൾ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. പണ്ടെല്ലാം അമ്പലത്തിൽ വെച്ച് അവിടുത്തെ അടുത്തുള്ള ജ്യോത്സ്യൻ അവിടുത്തെ പഞ്ചാംഗം വായിച്ച് ഓരോരുത്തരെയും കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ഭഗവാനോ ഭഗവതിയെയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രലോകം വളർന്ന കാരണം അതെല്ലാം മാറി ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേനയും മറ്റുള്ളതും ഫലപ്രവചനങ്ങൾ ഇഷ്ടം പോലെ വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ജ്യോതിഷ ഫലത്തിൽ ഈ വർഷത്തിൽ 2019 അതായത് ഈ 2019 മേടമാസം, അതായത് 1194 മേടമാസം തൊട്ട് 1095 മേടമാസം വരയ്ക്കുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വിഷുഫലത്തിൽ നോക്കുന്ന സമയത്ത് ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും ധനുരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും നിൽക്കെ 1194 ആണ്ട് മീനമാസം 31 തീയതി 19 നാഴികയും 27 വിനാഴികയും ചെന്ന സമയത്താണ് മേടരവി സംക്രമം, അതായത് മേടമാസത്തിലേക്ക് രവി സഞ്ചരിക്കുന്നത്, സൂര്യൻ എത്തുന്ന സമയം പറയുന്നത്. 2019 ഏപ്രിൽ 14 തീയതി പകൽ, ഞായറാഴ്ച പകൽ 2 മണിയോടുകൂടിയാണ് ഈ മേടമാസത്തിലേക്ക് സൂര്യൻ എത്തുന്നത്. മേടൻ രാശിയിൽ സൂര്യന് ഉച്ചഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉച്ചഫലം വരുന്നത് കൊണ്ട് തന്നെയാണ് മേടരവി സംക്രമം എന്ന് പറയുന്നത്. പക്ഷെ പലവിധ സംക്രമങ്ങളുണ്ട്. എല്ലാ മാസത്തിലും സംക്രമം നടത്താറുണ്ട്. പക്ഷെ മേടമാസത്തിലുള്ള സംക്രമത്തിനുള്ള പ്രത്യേകത കൊടുക്കാറുമുണ്ട്. അപ്പോ ഇപ്പോൾ വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രത്തിലാണ്. അതായത് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശി ആയില്യ നക്ഷത്രത്തിലാണ്. അപ്പോൾ ആയില്യ നക്ഷത്രത്തിലാണ് വിഷുഫലം വന്നിരിക്കുന്നത്. വിഷു നക്ഷത്രം, വിഷു തുടങ്ങുന്ന ദിവസം ആയില്യ നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ മീനമാസം 31 തീയതി കഴിഞ്ഞ് മേടമാസം ഉദിക്കുമ്പോൾ പകൽ ചെന്ന സമയത്ത് മേടമാസം ഉദിക്കുവായി. ആ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക രാശിയാണ്. അതിൽ തന്നെ ആയില്യ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോ 1194 ആണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശുക്ലപക്ഷ തിഥിയും കഴുതകരണവും ശൂലനാമനിത്യയോഗവും കൂടിയ കർക്കടക ലഗ്ന സമുച്ചയത്തിൽ മേഷരവി സംക്രമം എന്നാണ് പറയുന്നത്. അപ്പൊ സംക്രമം ഞായറാഴ്ചയാകയാൽ സ്വൽപ്പവൃഷ്ടിയും പകലാകിയാൽ അർഘനാശവും കലഹവും എന്നാണ് പറയുന്നത്. അർഘനാശവും കലഹവും. ആയില്യം നക്ഷത്രത്തിലാകിയാൽ അതിവർഷവും തസ്കരഭയവും ഭരണാധികാരിമാർക്ക് ക്ഷയാവസ്ഥയും ഉള്ള ഒരവസ്ഥയാണ്. ദശമി തീയതിയിലാകിയാൽ അതിവർഷവും പശുവർദ്ധനയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അവസ്ഥകൾ സാമ്പത്തിക അനിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഇഷ്ടം പോലെ വരുവാനും ബഹുവർഷവും ശൂലനാമ നിത്യയോഗത്തിലാകയാൽ മൃത്യുഭയവും രോഗവും വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം വിവരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശിയിലാണ് കർക്കടക രാശി ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വിഷുഫലം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കടകത്തിൽ നിന്നും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. വ്യാഴൻ ദൈവാനുഗ്രഹം തരുന്ന മഹാവിഷ്ണു തന്നെയാണ്, ഗുരു ഭഗവാൻ തന്നെയാണ്. ആ ദൈവാനുഗ്രഹം തരുന്ന ഒരു ഗ്രഹമാണ് 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുഫലത്തിൽ മീനൻ രാശി ലഗ്ന സമുച്ചയത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലായിരുന്നു വ്യാഴത്തിന്റെ സ്ഥിതി. നാശമായിരുന്നു ഫലം. അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. രോഗാവസ്ഥ, പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും അതുമൂലം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം പൊതുവെ മഴ കൂടുതൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശി ജലരാശിയാണ്. അതെ, കർക്കടക രാശി കുളീര രാശി എന്ന് പറഞ്ഞു, കുളിര് പോരുന്ന രാശിയാണ്. അപ്പൊ കർക്കടക രാശി ജലരാശിയായ കാരണം കൊണ്ടും 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ, അപ്പോൾ മഴ ഇഷ്ടം പോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്.
മഴയ്ക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് വെള്ളപ്പൊക്കമെല്ലാം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ചില പ്രദേശങ്ങളിലെല്ലാം അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാശങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത, പക്ഷെ രോഗാധിക്യം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതിനായി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം മഹാസുദർശന ഹോമവും മൃത്യുഞ്ജയ ഹോമവും എല്ലാം ചെയ്യുന്ന വർഷം, അതുപോലെ തന്നെ യാഗങ്ങൾ നടത്തുന്നത് വർഷവും കുറേയൊക്കെ ജനങ്ങൾക്ക് രോഗാധിക്യം വരുവാതിരിക്കുവാനും വന്നാൽ ഭേദപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലമായിരിക്കും വിഷുഫലത്തിൽ വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലത്തിൽ സ്ഥിതി നോക്കുമ്പോൾ ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യം തന്നെയാണ് കാണുന്നത്. ദേഹസംബന്ധമായിട്ട് പൊതുവെ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ശാരീരികപരമായിട്ടുള്ള ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും വലിയ കുഴപ്പമില്ലാത്തല്ല കാണുന്നത്. കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടും അഭിവൃദ്ധി കുറയാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവാനും അത് തിരുത്തുവാനുമായിട്ടുള്ള സമയം കൂടിയാണ് പറയുന്നത്. സഹായ സഹകരണങ്ങളും സഹോദരി ബന്ധങ്ങളും സ്ഥാപനത്തിൽ സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ ബന്ധം നിലനിർത്തുവാനും സാധിക്കുന്നതാണ്. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ പുതിയ ഭവനങ്ങൾ കെട്ടുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയം തന്നെയാണ് കാണുന്നത്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പൊതുവെ നല്ല നല്ല ചുവടുവെപ്പുകൾ വരുവാനും നല്ല നല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാവും. ബന്ധുജനങ്ങളിൽ വഴി പ്രയോജനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവും. ബന്ധുക്കളെ കൊണ്ട് പുതിയ ബന്ധുക്കളെ കെട്ടുവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുവാനും അഭിവൃദ്ധി ഉണ്ടാവാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്കെല്ലാം കുറച്ച് ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. പൊതുവെ ഇവർക്ക് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും നോക്കുമ്പോൾ കണ്ടകശനിയുടെ അനുഭവം ഇപ്പോൾ ഉണ്ട് താനും. അതിനായി നീരാഞ്ജനം വഴിപാട് ശാസ്താക്ഷേത്രത്തിൽ നടത്തി വരുന്ന വർഷം ദോഷാധിക്യം കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ അഷ്ടമാധിപനായിട്ടുള്ള ൊള്ളിക്കുന്ന സമയത്ത് ദേഹസംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടും ഇവർക്ക് പൊതുവെ തൃപ്തികരമായിരിക്കും. ഒരുപാട് രോഗത്തിൽ കഴിയുന്നവർക്കെല്ലാം കുറച്ച് ആശ്വാസകരമായിരിക്കും. ചികിത്സയിൽ കഴിയുന്നവർക്കെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി ചികിത്സയിൽ നിന്നും ആയുർവേദത്തിലേക്ക് മാറുവാനും അതിൽ തൃപ്തി കണ്ടുവരുത്തുവാനും സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം പൊതുവെ അനുകൂലപരമായിട്ടാണ് കാണുന്നത്. പിതൃക്കളിൽ നിന്ന് നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടാവേണ്ട സാധ്യതയും അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർമ്മമേഖല പൊതുവെ തൃപ്തികരമാണ്. ലാഭസ്ഥാനത്തിന്റെ അധിപനായിട്ടുള്ള വ്യാഴൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസവും കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ചെലവ് ചുരുക്കുന്നത് മൂലം പലവിധ നേട്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ അധികവും വരാതെ നോക്കണം. പൂര നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ളതാണ്. ആയവായ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഇവർക്ക് പൂര നക്ഷത്രക്കാർക്ക് ഉത്തര നക്ഷത്രക്കാർക്ക് വരവ് 2 ചെലവ് 5 കാണുന്നത്.